ക്യാപ്റ്റൻ ഇറങ്ങി എന്ത് ദിവസം അപ്പോൾ ഉള്ളത് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ അടുത്താണുള്ളത്. നമുക്ക് നോക്കി കാണാം, അടിപൊളി ഒരു ബുള്ളറ്റ് ട്രെയിനാണ് നിൽക്കുന്നത്. ശരിക്കും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ വേറെ ട്രെയിൻ വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 കിലോമീറ്റർ സ്പീഡിലാണ്. ഹിരോഷിമയിലേക്ക് പോണ ബുള്ളറ്റ് ട്രെയിനാണ് കേട്ടോ. ആക്സിഡാതെ പടയ്ക്കും സാധനം. ഇന്നലെ പോയി, ഇന്നിപ്പോൾ 2 ട്രിപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ഇവിടെ നിന്ന് ഒസാക്കയിൽ നിന്ന് ഹിരോഷിമ പോകും. വെരി നൈസ്, ജസ്റ്റ് ഡെയിലി എക്സ്പീരിയൻസ്. പോവാണെന്നാണ് പറയുന്നത്. കേറ്റാണ്ട് ഇത് പോകുന്നില്ല. പത്ത് തൊട്ട് 16 പറഞ്ഞാട്ടാ? 13 ഇതല്ല 13. ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകളുണ്ട്. യുദ്ധത്തിൻ്റെ കെടുതികൾ നേരിട്ട് കാണാനും കുറേ സ്കൂൾ കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്ന ഒരു സ്പോട്ടായി ഹിരോഷിമ മാറി. ഇതായിരുന്നു ആഗസ്റ്റ് 6 ഹിരോഷിമ. ബ്ലാസ്റ്റിൽ കംപ്ലീറ്റ് സംഭവങ്ങളില്ലാതെ ഇത് മാത്രം കുറച്ച് ബിൽഡിങ് മാത്രം അവശേഷിച്ചു. അതിലൊരു വേവ് എക്സ്പ്ലോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫിക്സ് കണ്ടൻറ്റ് നമ്മളെ ഭീതിപ്പെടുത്തുമെന്നാണ് അവിടെ വാണിംഗ് തന്നെ എഴുതി വെച്ചത്. കുട്ടികളെ ഇത് കാണിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സമയം ഉണ്ടായിരുന്നവരുടെ ശരിക്കുള്ള ഒരു ഡ്രസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവരുടെ പാസ്പോർട്ട് പോലെ എന്താ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഷർട്ട്സ്,
ചെറിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണത്. ഒക്കെ കീറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെറ്റൽ ഫ്യൂസായിട്ടേ ഈ ഒരു ബോംബ് കൊണ്ടിട്ടതാണ് ഇരുമ്പ് കട്ട ഉരുകി ബ്രിഡ്ജ് ഉണ്ടല്ലേ, ആ ബ്രിഡ്ജിൻ്റെ പീസാണ് അല്ലേ അന്ന് പറ്റിയ ഇതിൽ ശരിക്കും ഉരുകിയിട്ട് അതിൻ്റെ സ്മെല്ല് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ബ്രിഡ്ജാണത്, ബ്രിഡ്ജിൻ്റെ പാർട്സ് കൊണ്ട് വെച്ചതാണ്.